ഹായ് നോക്കൂ, പളനിക്കുട്ടൻ ഇതാ നോക്കിയേ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി സുന്ദരിയാണല്ലോ. മൂക്കുത്തി കറുപ്പാണല്ലേ, കാണാനും സുന്ദരിയാണ്. എൻ്റെ പൊന്നോ, ഇതുപോലെ തുറച്ച് നോക്കരുതേ, രണ്ടുപേരും ഒരു ക്യാമ്പിലല്ലേ. പിന്നെന്താ ആ പളനി നോക്കുന്ന നോട്ടം കണ്ടോ മലന്ന്. അവൻ്റെ കാര്യം കൊണ്ട് തോറ്റു. ചെറുക്ക ഡേയ്, ഒരു രക്ഷയില്ല കേട്ടോ. അവൻ എന്തോ മലന്ന് നോക്കുകയാണ്. ഇതാ ഒരു പരിചയമില്ലാത്തതുകൊണ്ടേ നമ്മുടെ ഈ സുന്ദരിക്കുട്ടി ഇതാ കണ്ണെടുക്കാതെ നോക്കി പേടിപ്പിക്കുകയാണല്ലോ. എന്താ ചെയ്യുക, ഒരു പരിചയവുമില്ല. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ മായാജാലം കാണിക്കുന്നവരാണോ? ഒരേ ദിവസം മാറി മാറിയുള്ള മക്കളാണല്ലോ ഇവിടെ കാണുന്നത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, പുതിയ പുതിയ ആൾക്കാർ വരുന്നു, വീണ്ടും പഴയ ആൾക്കാരെ കാണുന്നു. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല ഇവിടെ. സത്യമായ കാര്യമാണ് കേട്ടോ. ഓരോ മക്കൾ മാറി മാറിയാണ് ഇവിടെയൊക്കെ വരുന്നത്. ഈ പിള്ളേരൊക്കെ എവിടെ ഇരിക്കണമെന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ കാണുമ്പോഴേ ഒരു ചെറിയ പേടിയുണ്ട്. ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല, പടം പിടിക്കുന്ന ആളാണല്ലോ. വല്ല ചാനലിൽ വന്നു കഴിഞ്ഞാൽ പെണ്ണുകാസിലൊക്കെ പിടിച്ചകത്തിടും. മാറിപ്പോകുന്നതാണ് നല്ലത്. മാറിയിരുന്നാൽ ഇതൊന്നും കാണണ്ടല്ലേ. വീണ്ടും നമ്മൾ പളനിയുടെ അടുത്തേക്ക് വരികയാണ്. ദാ അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് ആ പേടിയില്ലാത്ത ഒരു പാവം പിടിച്ച ഒരു പെണ്ണ്. അവൾ എന്നെ നോക്കുകയും അതുപോലെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പളനി എന്താണ് അവൻ്റെ പ്ലാൻ എന്നറിയില്ല. അവനൊരു മന്ദഗതിയിൽ അവിടെ അങ്ങനെ കുത്തിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പറയാൻ, കേവിൻ്റെ അടിയിൽ ഒരു വലിയൊരു ചേട്ടനുണ്ട്. കുറച്ച് പ്രായമുള്ളൊരു ചേട്ടനാണ്. ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ പല തരം മക്കൾ ഇവിടെ ശരിക്കുണ്ട്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു സുന്ദരി കറുപ്പ് മൂക്കുത്തി അണിഞ്ഞ ആ പെൺകുട്ടി എന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും ഒരു മന്ദഗതിയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പളനിക്ക് ഉറക്കം വരുന്നോ ഒന്നും അറിയില്ല. അവൻ ആ വലിയ മരത്തിൻ്റെ ശിശിരങ്ങളിലൊക്കെ മലന്ന് നോക്കുകയാണ്. എടാ ചെറുക്കാൻ, നിൻ്റെ കഴുത്ത് കിടക്കില്ലടാ, എന്തിനാടാ അങ്ങനെ മലന്ന് നോക്കുന്നത്? അതുപോലെ തന്നെ ആ വലിയ മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന കറുപ്പ് മൂക്കുത്തി അണിഞ്ഞൊരു സുന്ദരി പെണ്ണല്ലേ. നോക്കിയേ, എന്താണെന്നറിയോ, ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മാറിയവരിയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പളനിക്ക് എന്തോ മൗനം പിടിച്ച് ഇരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ. അവ ഒരു സുന്ദര കുട്ടനാണല്ലേ. അവൻ്റെ 1-2 വീഡിയോ ഒക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. അവൻ നല്ല സ്നേഹമാണ്. അവനെ ഞാൻ ഒരുപാട് ശല്യം ചെയ്യുന്നില്ല. കാറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഈ പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരേ ദിവസം കഴിയും തോറും പുതിയ പുതിയ മക്കളെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണെന്നറിയില്ല, എത്ര മക്കൾ ഇവിടെ ഉണ്ടെന്ന് പോലും ഒരു പിടുത്തമില്ല കേട്ടോ. ആ ചെറുക്കൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുത്തൻ കേബിൻ്റെ അടി കിടക്കുന്നു. ഒരു പെൺകുട്ടി മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നു. ഒന്നും പറയണ്ട, എല്ലാം പുതിയ പുതിയ മക്കളാണ് പളനിയെ ഒഴിച്ചാൽ. ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ല തടിയുള്ളതും അതുപോലെ നിറയെ രോമങ്ങളുള്ളതും വലിയ മീശയും വെച്ചിട്ടുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ പളനിക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് നല്ലൊരു പേര് വയ്ക്കണമെന്നുള്ളത്. 1-2 പേര് പറഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ പളനിന് തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പളനി തന്നെയാണ് നല്ല പേരല്ലേ. ഈ പാമ്പ് പിടിച്ചാൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ പേടിയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ എന്താണെന്ന് അറിയില്ല, ഒരു കറക്കമൊക്കെ തന്നെ, ഒരു ചെറിയ സ്നേഹമൊക്കെ എന്നോട് കാണിക്കുന്നുണ്ട്. അടുത്തിട്ടില്ല. അങ്ങനെ അവരുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെറുക്കൻ വളരെ ഹാപ്പിയായിട്ടിങ്ങനെ കറങ്ങി നടക്കുകയാണ്. വേറൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, അവൻ്റെ കഴുത്തിലും മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് നമ്മൾ കണ്ട ചെറുക്കൻ്റെ അനിയനവല്ലാണോ? അന്ന് കണ്ടവനേക്കാളും കുറച്ച് പ്രായം കുറവുള്ള ഒരു പയ്യനാണ് ദൈവനെ. അതേ കണക്ക് തന്നെ കേട്ടോ, പ്രായം കുറവുണ്ട്, 2 മാലയൊക്കെ ഉണ്ട്. അവനും അടിപൊളിയാണല്ലോ. മരത്തിൽ കയറാൻ പോകുന്നു. ഇവിടെ ഇരുന്ന പിള്ളേരാരും കാണാനില്ലല്ലോ. എങ്ങോട്ട് പോയി? ഓടുന്നുണ്ടോ? ആ വാലക നോക്കിയേ, അടുത്ത കേബിളിലേക്ക് ഓടി. നമ്മുടെ ഒരു പുതിയ പയ്യനും അങ്ങോട്ട് നോക്കിയിട്ട് പോവുകയാണ്. വേറെ പറയാൻ, വീഡിയോ ഇടാനൊന്നും ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ ചെറുക്ക ഒരു പുതിയ അവതാരം, നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു പയ്യനാണ്. അടിപൊളി കുട്ടികളല്ലേ ഇവിടെ കാണാൻ, സുന്ദരന്മാർ. ഇവന്മാരെല്ലാം ഇളം പ്രായക്കാരാണേ. നല്ല സ്നേഹമാണ് നമ്മളോട് എല്ലാവരോടും.
എവിടെയോ കറങ്ങാൻ പോകേണ്ട ആളാണെന്ന് തോന്നുന്നു. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണിക്കുന്നതൊക്കെ. രാവിലെയുള്ള ചെറുവെയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ചെറുക്കൻ്റെ വേലത്തരങ്ങൾ. ചെറുക്കൻ അങ്ങനെ പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് കറങ്ങി നടക്കുകയാണ് പൂക്കളെ നോക്കി. ഇഞ്ഞു വാടാ കുട്ടപ്പ, ഇവിടെ വാ. വരുമെന്നറിയില്ല കേട്ടോ. അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ് അവൻ. എവിടെയൊക്കെ കറങ്ങാനുള്ള പരിപാടിയും. ഡാ ഇവിടെ വാ. ആഹാ, എന്നെ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ ആള്. സ്നേഹമൊക്കെ ഉണ്ട്. ഇവിടെ ആരാണ് ഈ ചെടിയുടെ മറവിലിരിക്കുന്നത്? ഹലോ, ഒന്ന് നോക്കുമോ? ആഹാ, ഒരു ചേച്ചിയാണല്ലോ, വലിയൊരു ചേച്ചിയാണല്ലോ. ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. എന്താ അവിടെ തനിച്ചിരിക്കുന്നത്? വല്ല പ്ലാനും ഉണ്ടോ? ചൂടാണോ തണുപ്പാണോ എന്താണ് പരിപാടി? ഇതാ രാവിലെ തന്നെ ആ ചെടിയുടെ മറവിൽ അങ്ങനെ പാവം. ഓടാനും വയ്യ, ഒളിക്കാനും വയ്യ. മാമൻ വേണമെങ്കിൽ തൊട്ടിട്ട് പൊയ്ക്കോ. കണ്ടോ, അങ്ങനെ ഒരു സ്നേഹമാണ് ആ കുട്ടിക്കുള്ളത്. ഒരു വലിയൊരു ചേച്ചിയാണ്. ഞാനും ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇതൊക്കെ ആരാണെന്ന് ഒരു പിടുത്തമില്ല, എവിടെ നിന്ന് വരുന്നെന്നും അറിയില്ല. ഇവിടെ നിറയെ നമുക്കിതുപോലെ കാണാം. എന്താ പറയുക, ഈ മക്കളെ ഒരുപാട് കാണിക്കാനുണ്ട്. ഇവരൊക്കെ എവിടെയാണെന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഇനിയും ഇതുപോലെ മക്കൾ, പുതിയ പുതിയ മക്കൾ വരട്ടെ. നമുക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ്. സ്നേഹമുള്ള ചേച്ചിമാരും ചേട്ടന്മാരും അണ്ണന്മാരും എന്ന് വേണ്ട ഒരുപാട് പേരിവിടെ ഉണ്ട്. ഇവരെയൊന്നും സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ കുറച്ച് സ്നേഹം കൂടിയോ എന്നൊരു ഡൗട്ടല്ലേ. ഇതാ നോക്കിയേ, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു സ്നേഹം അവൾ കാണിക്കുന്നത്. അവിടെ തനിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കണ്ട ഓടുമെന്ന്. എന്നാൽ അതല്ല അവൾ കാണിച്ചത്. അവൾ സ്നേഹത്തിൻ്റെ കലവറയാണ് കാട്ടിത്തന്നത്. നോക്കിയേ, അങ്ങനെയുള്ള സ്നേഹമുള്ള കുട്ടികൾ ഇവിടെ നിറയെ ഉണ്ടല്ലോ. ഇനിയും ഇതുപോലെ ഇവരെ കാണണമെങ്കിൽ നമ്മൾ മെനക്കെട്ട് തന്നെ ഇവരെ കാണാൻ വരണം കേട്ടോ. ആഴ്ചയിൽ വെള്ളി വന്നാൽ മാത്രം ഒരു ലീവുള്ള മാമന് ഈ പിള്ളേരെ കാണാൻ സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ പിള്ളേരെ കാണാനായിട്ട് മാമൻ മെനക്കെട്ടിറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് മക്കളെ നമ്മൾ കാണാൻ പറ്റും. ആ സമയങ്ങളിൽ കിട്ടുന്ന ഓരോരോ പിള്ളേരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എത്ര എടുത്താലും ഈ പിള്ളേരുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നവരെ നാളെ കാണാത്ത തരത്തിലാണ് മക്കൾ ഇവിടെ ഉള്ളത്. എത്ര പിള്ളേരുണ്ടെന്ന് പോലും നമുക്കിവിടെ അറിയാൻ പറ്റില്ല. ഒരുപാട് നല്ല അഴകുള്ള കുട്ടികൾ നിറയെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പിള്ളേരെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പിള്ളേരെയൊക്കെ ഇതുപോലെ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എനിക്ക് സമയം കിട്ടാറില്ല. വെള്ളിയാഴ്ച ഒരു അവധി കിട്ടുമ്പോൾ മാത്രം വരുന്നതാണ്. അങ്ങനെ പിള്ളേരുടെ വീഡിയോ കൊണ്ടുവരാൻ ഒരുപാട് താമസങ്ങളുണ്ട്. അതുപോലെ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്ന പിള്ളേരെയും മാമനെയും ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.